സോ ഗായ്സ്, ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ഹലോ ഗായ്സ്, ഭാഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മൾ ഒറ്റ മിനിറ്റിൽ പോണ്ടിച്ചേരിക്ക് പോവാണ്. ഒരു പ്ലാനും ഇല്ല, എപ്പോഴാ വണ്ടിയെന്നോ ഒരു കാര്യവും അറിയത്തില്ല. എന്തായാലും നമ്മളൊരു ഷെയർ ഓട്ടോയിൽ കയറി ഇരുന്നിട്ടുണ്ട്. 3 പേര് പോയാൽ മുങ്ങി പോകുന്നാ പറയുന്നത്. 1, 2, 3. കുറേ നാൾക്ക് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അറൗണ്ട് ഒരു വർഷമായി നമ്മൾ ചാനൽ വീഡിയോ ചെയ്തിട്ട്. മറ്റൊന്നുകൊണ്ടല്ല, കുറച്ച് തിരക്കായി പോയി. തിരക്കെന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ നിന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി നമ്മൾ ചെന്നൈ വന്നതാണ്. അപ്പോൾ ചെന്നൈ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം ക്ലൈമറ്റ് പ്രശ്നമാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ്, നമ്മൾ പെട്ടെന്ന് ലാംഗ്വേജ് പറയുമ്പോൾ അത് പ്രശ്നമാണ്. അതുപോലെ ഫുഡ്, വെള്ളം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാത്തിലും പ്രശ്നമാണ്. അങ്ങനെ ഒരു വർഷമായി നമ്മളിപ്പോൾ അറൗണ്ട് ഇപ്പം കഴിഞ്ഞ ജൂണിൽ വന്നതാണ്. ഇപ്പോൾ 2025 ജൂണായി. അപ്പോൾ അങ്ങനെ നിൽക്കുക. എന്തായാലും നമ്മൾ ചെന്നൈയിൽ നിന്നാണ് പോണ്ടിച്ചേരിയിലോട്ട് പോകാൻ പോണത്. ഇവിടുന്ന് ഒരു 350 കിലോമീറ്റർ ഉണ്ട്. ഐ തിങ്ക് 350 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ശ്രീപെരുമ്പത്തൂർ, അവിടുന്ന് ചെങ്കൽപ്പേട്ട്, അല്ലെങ്കിൽ അവിടുന്ന് പോണ്ടിച്ചേരി, അങ്ങനെ എന്തെങ്കിലും നോക്കണം. ഇവനാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വരുവാണ്. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു ഇന്നലെ. ഇന്ന് രാവിലെ വന്നുള്ള റൂമിൽ നേരെ പോവുക. ഒരു പ്ലാനും ഇല്ല, എന്താവോ ഒന്നും അറിയത്തില്ല. ചെങ്കൽപ്പെട്ട് ഒരു ട്രെയിൻ ഉണ്ട്, അത് കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളങ്ങനെ കോയമ്പേട് സ്റ്റാൻഡിൽ വന്ന് നമ്മൾ പ്ലാൻ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തു. തെറ്റി വീഴാൻ പോയി. മൊത്തം വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. സംഭവം ആൾക്കാരൊന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി. ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അവരൊന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. നമുക്ക് ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇനി ബസ്സിൽ പോകണം. കോയമ്പേട് നിന്ന് ഒരു 4-5 മണിക്കൂർ യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അതുകൊണ്ട് അവിടെ ഉണ്ടോ പോണ്ടിച്ചേരി ചെയ്തു. എല്ലാം ബൈക്കുന്ന ഇവനാട്ടോ. അത് പറയണേ. നമ്മൾ നല്ല കിടുക്കാൻ ചൂട്, സഹിക്കാൻ അടിപൊളി ചൂടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. 4-5 മണിക്കൂർ ബസ്സിനകത്തിരിക്കണം. ഉറങ്ങി തീർക്കണം. തന്ത പൈപ്പ്. അടിപൊളി തിരക്കാട്ടോ, നല്ല കിടിലൻ തിരക്ക്. എന്തിനാണ് പോണ്ടിച്ചേരി പോണേ? പ്രശസ്തമായ ഒരു അമ്പലം, പോണ്ടിച്ചേരി പ്രശസ്തമായ ഒരു ദേവീ ക്ഷേത്രം ഉണ്ടെന്ന് കേൾക്കുവാൻ സാധിച്ചു. അത് പണ്ട് ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് അവിടെ സ്ഥാപിച്ചൊരു വിഗ്രഹത്തിന്റെ ചുറ്റുമാണ് ഈ ക്ഷേത്രം പണിയത്. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. Cold.
അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി റീച്ച് ആയിട്ടുണ്ട്. നല്ല രീതിയിലൊരു പരുവായി, നല്ല പരുവായിട്ടുണ്ട്. ഇനി റൂം നോക്കണം. അതുകൊണ്ട് ഒരു 5 മണിക്കൂർ വണ്ടിക്കകത്ത് ഒറ്റ ഇരിപ്പായിരുന്നു. ദിവസമാണ് ഒരു കുഴപ്പമില്ല. അവിടെ ഒരു ബീച്ചിൻ്റെ അടുത്ത് റൂം നോക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം റൂം കിട്ടുമോ ഇല്ലയോ. ഇവിടെ അടുത്തല്ല 2000 രൂപ 4000 രൂപ അറിയില്ല റൂമൊക്കെ. റൂം തപ്പി അലയാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. അല്ല ചത്ത്. അയ്യോ, ഇതുവരെ റൂമൊന്നും കിട്ടിയില്ല. മൊത്തം കടകൾ, ഇഷ്ടംപോലെ കടകളുണ്ട്. എവിടെ അവിടെ അങ്ങോട്ടൊന്നും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുക്കി ചായ ഇട്ടിട്ടാണ് ചായ പൊടി ഇടുന്നത്. കേക്കാം. അതിമനോഹരമായ വാർത്തയും നോക്കൂ, ആ ബ്യൂട്ടി പോകേണ്ടില്ല. പറ്റി അതുകൊണ്ട് നല്ല ക്ഷീണം. നമ്മൾ ഫുഡ് കഴിച്ച് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. സമയം ഇപ്പോൾ ഒരു 11:30 അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. മസാല ദോശ, ചമ്മന്തി, ചട്നി, ഒരു കോഫി ഒക്കെ കഴിച്ച് നമ്മളിനി പോണ്ടിച്ചേരി സ്ട്രീറ്റൊക്കെ കൊണ്ട് കറങ്ങി നടക്കാം. ഇവിടെയൊക്കെ എല്ലാം വിൻറ്റേജ് സെറ്റപ്പ് ഉണ്ടോ, ഫുള്ള് വിൻറ്റേജ് സെറ്റപ്പ്. നമ്മൾ കയറിയ ഹോട്ടലായാലും ഒരു സെറ്റപ്പ് അടിപൊളിയായിരുന്നു. രണ്ടെണ്ണം തമ്മി അടിയാ. ലൈറ്റ് കണ്ണാടി എന്ത് ഫ്രെയിമിൽ ലൈറ്റ് എത്തും. ഇവിടുത്തെ ഫുള്ള് ബിൽഡിംഗ് ഉണ്ട്, ഒരു എസ്തെറ്റിക്കാണ് പറയണത്. ഇവിടെ സൈക്കിൾ റിക്ഷകളൊക്കെ ഉണ്ട്. റേറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. കയറി പോയാലോ ഒരെണ്ണത്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തേരി ഫുള്ള് കടകളും. ഇവിടെ എത്തിയപ്പോൾ ക്രൗഡായി. അമ്പലത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടോ. സ്ട്രീറ്റ് ഫുഡോ, സ്ട്രീറ്റ് മാർക്കറ്റ്, കുറേ സംഭവങ്ങളുണ്ട്. ഫണ്ടുണ്ടെങ്കിൽ എന്തേലൊക്കെ വാങ്ങാം. നമ്മളിപ്പോൾ ലോ ബഡ്ജറ്റ് ട്രിപ്പാണ് വന്നത്, അതുകൊണ്ട് ഒന്നും വാങ്ങുന്നില്ല, കണ്ടാൽ മതി. നമ്മളിതിലില്ല. മഴത്തുള്ളി മറ്റേ സാധനം അറിയാവോ? ഇതാണോ മഴത്തുള്ളി കിലുക്കം? ഇതാണോ മഴത്തുള്ളി? ഇത് നോക്കി, കുറെ മാലകള്, വളകള്, കുറെ ഐറ്റംസ് ഉണ്ട്. ചെയിൻസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണില്ലേ? ഇവിടെ ഉണ്ടോ ഈ സാധനം? ഓ യെസ്. ഇതെന്ത് സംഭവം? എന്തോ ഒരു ഗ്ലാസ് പോലത്തെ ഐറ്റം കേട്ടോ. ഇതാണ് അർഷത്ത് സ്റ്റോൺ. തിരിച്ചെടുത്ത് വെക്കണേ, വല്ലതൊക്കെ പറയാ സാമാനൊക്കെ എടുത്ത് കളിക്കുക. ഒരു പറഞ്ഞ കടലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഓനെ ഇത് മറ്റേ ഓനെ അത് കൊള്ളാല്ലേ. ഇത് മറ്റേ ഫോസിലല്ലടാ, കല്ല് മുറിച്ചതാ. ചിലപ്പോ അങ്ങനെ ആക്കിയായിരിക്കും. പക്ഷെ ഇതുപോലെ ഫോസിൽ ഫ്യൂല് ആ അതായിരിക്കും പറയാൻ കൊടുക്കുന്നത്. പക്ഷെ കണ്ടിട്ട് ഷേപ്പ് ചെയ്ത പോലെ ഇരിക്കുന്നു. തിരിച്ചു വെക്കണേ വരെ സാമാനൊക്കെ എടുത്ത് എടുത്തോണ്ട് പോലെ. മറ്റേ സാധനം എന്ത് പറയുന്നത്, ചന്ദ്രനിൽ ചോദി. തലക്കുറി നോക്കാറ്, തലക്കറി കഴിഞ്ഞിട്ട് കുറെ നാളെ. ഈ സാധനം കണ്ടോ, ഇത് അടിക്കുമ്പോ നല്ല വീട്ടിലെ സൗണ്ട് കേൾക്കും കേട്ടോ.
भैया कितना है? 6,000. ഓക്കെ പോവാം. 6,000. 1 2 3 4 5 6 6,000 രൂപ ആ സാധനത്തിന് കേട്ടോ. 6,000 രൂപ. ഇതെന്തുവാടാ? ആ ഇല്ല, പശ വെച്ചിട്ടുണ്ടാക്കുന്നത്. പശ വെച്ചിട്ട് ഇതുപോലത്തെ ബബിൾ ഉണ്ടാക്കും. ഇത് പൊട്ടൂല്ലേ ഈ സാധനം? ആർട്ടിഫിഷ്യൽ ബബിൾ. മോനെ തിരിച്ചെടുത്ത് വെക്കണ സാമാനം തൊടല്ലേ വന്നത്. അയ്യോ വണ്ടി ഇടിച്ചേ. ഗ്ലാസ്സുകൾ, ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ട്, കുറേ ഐറ്റംസ്. ഡോൾസ്. വേണ്ട നെയ് ചെയ്യ. ഇവിടെ ചെറുക്കന് വാങ്ങിച്ചു കൊടുക്കാൻ. ശംഖുകൾ, ബിൽഡിങ്ങുകളൊക്കെ നോക്കി സീന കേട്ടോ. ഇല്ല വഴികളൊക്കെ വൃത്തിയുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഈ ഏരിയ എല്ലാം നല്ല വൃത്തിയുള്ള ഏരിയ. പൂക്കാരും ഇതുണ്ട്. വീഡിയോഗ്രാഫിയൊക്കെ അലോഡാണോ എന്ന് അറിയത്തില്ല. ചെരുപ്പൊക്കെ ഇതിൽ വെക്കണം. ബാഗ് എടുക്കണം കയറ്റാം. ചെരുപ്പില്ലാതല്ലേ കയറുന്നത്. ഇതിൽ പൈസ കൊടുത്തിട്ട് നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ വീഡിയോഗ്രാഫി അലോഡാണോ എന്ന് അറിയാൻ പറ്റും. തമിഴ് എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ ഒന്നും അറിയാൻ മേല. ഇവിടുത്തെ വീഡിയോഗ്രാഫി അലോഡാണോ അല്ലേന്ന് അറിയാൻ മേല. എൻ്റെ അമ്മ സെറ്റ് കേട്ടോ. അവിടെ മോനെ വേറൊരു ലോകം. മോനെ പണി വെച്ചേക്കുന്ന സെറ്റപ്പ് ഉണ്ടോ അല്ലേ? മോനെ ബിൽഡിംഗ് സ്ട്രക്ചർ നോക്കിയേ. ഗണപതി കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. എന്തൊക്കെ സംഭവം, എന്താ സംഭവം എനിക്കറിയത്തില്ല. ഇനി ഇതാണ് വേണ്ട പറഞ്ഞ ടിപ്പു സുൽത്താൻ്റെ. ആര് പറഞ്ഞതൊക്കെ? ഇതൊന്നും ചിന്തിക്കാതെ പോകാൻ സോറി, ക്ഷമിക്കണം. ഓ അതാണ് കേട്ടോ. എൻ്റെ ഉത്സവത്തിനൊക്കെ എഴുന്നള്ളത്തിന് ഇതിനകത്ത് വിഗ്രഹം വെച്ചിട്ട് ഇതുകൊണ്ടിങ്ങനെ വലിച്ചുകൊണ്ട് പോകണ സെറ്റപ്പ് കേട്ടോ. അങ്ങനെ പറയുന്നത്. ഇവിടെ എന്താ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ പരിപാടിയെന്ന് അറിയത്തില്ല. വീഡിയോ എടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇവിടെ എന്താ സ്പെഷ്യൽ ദർശനം എന്താ പരിപാടി ഉണ്ട്, അത് തുറന്നില്ല. ചന്ദനക്കുറിയൊക്കെ ഇട്ടുന്നു കേട്ടോ. ഇവനായിട്ടൊന്ന്. എന്റെ പേര് അർഷദ്. പല പല ഗണപതികളാണ്. പല വേരിയൻസ് ആണ്. എന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്ന ജസ്റ്റ് ഒന്ന് പറയാ. അതാണോ സുപ്പീരിയർ ഗണപതി? ടിപ്പിക്കൽ മാർബിൾ ഫാൻ. പോണ്ടിച്ചേരി നോർത്ത് സൈഡ് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല വൃത്തിയുണ്ട്. അങ്ങോട്ട് ടൗണിലോട്ട് ഇറങ്ങിയാൽ നല്ല ഒരു വൃത്തി കുറവുണ്ട്. അങ്ങനത്തെ ഒരു ഇതിലാണ്. ഇവിടെ ഉള്ള തിരക്ക് ഇത്ര കുറവ്. ടൗണിലോട്ടും മെയിൻ റോഡിലോട്ടും ഇറങ്ങിയാൽ ഭയങ്കര തിരക്കാണ്. ആളും തിരക്കും. നമുക്ക് നിന്ന് തരിയാൻ പറ്റില്ല. ഇവിടെ സമാധാനമാണ്. ഫ്രഞ്ച് കോളനിയിൽ പേര് ഫ്രാൻസിലെ ആൾക്കാർ ഇവിടെ വന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതാണത്. ചരിത്രമൊക്കെ അറിയാം അവന്, എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വഴിയൊക്കെ തെറ്റി ഏതോ എടുത്ത് വന്നിട്ടുണ്ട്. ഇവര് തമ്മിൽ തീരുമാനമാവട്ടെ. ഈ ഒരു വഴിക്ക് കൂടി ഗവൺമെന്റ് മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട്. ഇതെന്ത് സംഭവം എന്ന് അറിയുമ്പോൾ അകത്ത് ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ എൻ്റെ മഹാവിഷ്ണുവിൻ്റെ ഓനെ. അത് ക്യാമറ കൂടെ കാണാം കേട്ടോ നല്ലോണം. 5 രൂപ. 5 രൂപ ടിക്കറ്റ്. വാ കയറ്. കുറേ വിഗ്രഹങ്ങളല്ലല്ലേ. എല്ലാം കൊത്തുപണികളാണെന്ന് തോന്നുന്നു. എല്ലാം നോക്ക്. 16th സെഞ്ചുറി. ഇവിടെ ഇരിക്കുന്ന ഏറ്റവും ഓൾഡ് ഇതാട്ടോ. 9th സെഞ്ചുറി എന്നൊക്കെ പറയുമ്പം
9th സെഞ്ചുറിയാണ്. 1 ടൈമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വരണം. എന്താ പീരങ്കി ഇരിക്കുന്നത് കോടികളുടെ കളിയാ, എല്ലാം തൊട്ടാ കോടിയാ. അതും 1-2 കോടിയല്ല, 2 പെയിന്റിങ് 2 എണ്ണം. ഒന്ന് ഇവിടെയും ഒന്ന് ഫ്രാൻസില് ഫ്രാൻസിലും സോറി. ഒന്ന് കണ്ട ആ ചെയറിൽ ഇരുന്നിട്ടാണ് രാജാവ് അവന്റെ തല. അടുത്ത നമ്മൾ എയിം ചെയ്യാൻ പോകുന്നത് കുറെ രാജാക്കന്മാരുടെ തോക്ക്, അവരുടെ കുറെ സംഭവങ്ങള്, ഡൈനിങ് റൂം, അതുപോലെ തന്നെ ഇവിടുന്ന് കണ്ട ചിങ്ങോട്ടെ, അതുപോലെ സ്ഥലങ്ങളുണ്ട് അടിപൊളി കേട്ടോ. അങ്ങനെ കുറെ ഐറ്റംസ്, പെയിന്റിങ്, ഒരു 1500 കോടിയുടെ പെയിന്റിങ്. ലോകത്ത് 2 ഉള്ളത്. ഒന്ന് ഫ്രാൻസിലും 1500 കോടി. വേറൊരു ഫോറസ്റ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഒറിജിനൽ പ്രൊജക്ഷൻ ഉൾപ്പെടെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് 3D. അതിനൊക്കെ 1000 കോടി, 2000 കോടി, 70 ലക്ഷം, 80 ലക്ഷം. എല്ലാം നല്ല എക്സ്പെൻസീവ്. ഒരു തവണയിൽ വരണം. 10 രൂപ ഉള്ളൂ ടിക്കറ്റ് ഒരാൾക്ക്. അഡൾട്ടിന് 10 രൂപയും ചിൽഡ്രൻസിന് 5 രൂപ ഉള്ളൂ. പക്ഷെ ഫോട്ടോ എടുക്കാൻ ഒന്നും പറ്റിയില്ല കേട്ടോ. രാജാക്കന്മാരെ കുറെ ഐറ്റംസ് ഉണ്ട്. എൻ്റെ അമ്മയെ സീനായിരുന്നു കേട്ടോ അത്. ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അടിപൊളി കുറെ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഫ്രഞ്ച് കോളനിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. എന്തൊക്കെ കുറെ സംഭവം ഉണ്ട്. ഒരു പാർക്കാ, അതിമനോഹരമായ ശാന്തി, സമാധാനം, സൈലന്റ്, പീസ്ഫുൾ. സമാധാനം ഉറങ്ങുന്നുണ്ട്. അത്രയ്ക്ക് സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും. ഇതെല്ലാം നമ്മളവിടെ മ്യൂസിയത്തിൽ കണ്ട സാധനം. അതിന് ചുറ്റും പീരങ്കിയൊക്കെ വെച്ചേക്ക് നോക്കി. അതിനകത്ത് എന്തുമായിരിക്കും കേറാവാത്തോണ്ട് ഇത് കണ്ടോ ഗൈസ്, പീരങ്കി ഇരിക്കുന്നുണ്ടോ? പുതു പൊട്ടും. അയ്യോ പൊട്ടും, പീരങ്കി പൊട്ടിയേ. അത് തുറക്കും, ബാക്കൊക്കെ എങ്ങനെ തുറക്കും? ഇത്ര സാധനം അതിനകത്ത് അങ്ങനെയല്ലേ കയറ്റി വെക്കുന്നത്? സംഭവം ഇതാടാ, ഇതിനകത്ത് മറ്റേ വീലൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഇല്ല ഇപ്പൊ. ഫ്രണ്ടിൽ കൂടെ അല്ലേ ഉണ്ട് ഇടുന്നത്. അവിടെ ബാക്കിൽ തീ. ആ ശരിയാടാ, ഇല്ല അതിന്റെ മുകളിലാണ്ടാന്ന് തോന്നുന്നു. ചെറിയൊരു വെടിമരുന്നിട്ട് കുത്തിയിട്ട് പൊട്ടിത്തെറിക്കുന്ന വലിയ ബുദ്ധിയുണ്ട്. ബ്രിട്ടീഷുകാരെ അത് പഴിഞ്ഞെന്ന് തോന്നുന്നു. ഏതോ ഇവിടുത്തെ ഇന്ത്യൻ രാജ്ഞിയാടാ. ക്യാമറ കാണാൻ പറ്റുമെന്തോ. ലോക്കലാണ് ഇതിനൊക്കെ രാജ്യദ്രോഹിയാ. ഇന്ത്യൻ രാജ്ഞി എന്ന് പറയാ ലോക്കലാണ്. പില്ലർ കണ്ടോ, പഴയ സെറ്റപ്പ്. കാക്കെല്ലാം ദൂറിയിട്ടേക്ക്. കല്ല ഓനെ സെറ്റ്. എന്ത് സംഭവം ഇത്? എന്താ കുതിരപ്പുറത്തോ ഡ്രാഗന്റെ പുറത്തായിരിക്കുവാണ്. ആ സമയത്ത് ഡ്രാഗൺ ഉണ്ട്. പിന്നെ മുഖമൊക്കെ പോയിട്ട് വേറെന്താ വെച്ചിട്ട് ക്ലേ വെച്ചിട്ട് ആരോ മുഖമൊക്കെ പണിഞ്ഞു വെച്ചേക്കുക. ഓർഡർ അതിനകത്തിരുന്ന് നാട്ടുകാരെല്ലാം കേൾക്കും. ഒന്നാമത് മേല അതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നു നോക്കി. ക്രാഫ്റ്റ് ബസാർ എന്ന് പറഞ്ഞൊരു ബസാറാണ് കേട്ടോ. അതെന്താ സംഭവം നോക്കിയിട്ടല്ലേ. ഹാൻഡിക്രാഫ്റ്റിന്റെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ഫോറിൻ ആൾക്കാർക്ക് വന്നിട്ട് നോക്കുന്നത് എല്ലാം ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാണ്. ഈ ഫോറിൻകാരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പുകളാണ്. ബാമ്പു വെച്ചിട്ടുള്ള സാധനം. ഇതെന്താ സാധനം? മറ്റേ കർട്ടണ് ഓരോക്കെ വെക്കുന്നത് കേട്ടോ. ആന്ന് തോന്നുന്നു, എനിക്ക് കണ്ടിട്ടതുപോലെ തോന്നുന്നു. പിന്നെ ഫുള്ള് അതിൻ്റെ കമ്മലുകൾ എന്തെന്ന് പറയുന്നത് സാധനം ശംഖ് ചിപ്പി നോക്കിയോ. എൻ്റെ അമ്മി കട്ടൻ ലാമ്പുകൾ. പിന്നെ എല്ലാം കണ്ട സാധനങ്ങളൊക്കെ പോവാ. എനിക്ക് ഇതൊന്ന് കണ്ട് തീർക്കട്ടെ. ഈ ശംഖിനകത്ത് ഇതടിച്ചത് ലെറ്റേഴ്സ് അടിച്ച ഇഷ്ടമുള്ള ആൾക്ക് വേഴ്സുകൾ. ഞങ്ങൾ ഉമ്മണ്ട തെറിയറി എന്തെണ്ണം വാങ്ങിച്ചോണ്ട് വരാത്തത്. ചെറിയ ബാഗുകൾ എക്സെട്ര. നമുക്കിത് കണ്ടാൽ മാത്രം മതി. ഇത് നമ്മളില്ല. അർച്ചന്ത് ആണ്ട ഇത് തന്നെ ആരാ ടോടോടോടോടോ
അയൺമാൻ ഉണ്ട്, ബാറ്റ്മാൻ ഉണ്ട്. ഇത് കൊള്ളല്ലേ അത്? സ്പൈഡർമാൻ ഉണ്ട്, അയൺമാന്റെ മുഖത്ത് നോക്കി ഇത് അവിടെ ഒരു ഗാന്ധിജിയെ നോക്കുന്ന ജവഹർലാൽ നെഹ്റു ഇവര് തമ്മിൽ ഐക്കോണ്ടായിട്ട് ഇങ്ങനെ അവര് തമ്മി മുഖാമുഖം നോക്കും കേട്ടോ. മുഖാമുഖം നോക്കുന്നതിന് ഒരു ഐതിഹ്യമാണ്. പറ കേക്കട്ടെ. എനിക്ക് ജവഹർലാൽ നെഹ്റുവും പണ്ട് ഗാന്ധിജി മീറ്റ് ചെയ്ത സമയത്ത് ഈ ചെന്നൈ വെച്ചായിരുന്നു മീറ്റ് ചെയ്തത്. സെറ്റ് കേട്ടോ. ഇതിപ്പോ വർക്കിംഗ് അല്ല. അവിടെ ആ ഭാഗത്തൊരു പുതിയ ലൈറ്റേഴ്സ് ഉണ്ട്, ഇവിടെ കാണാൻ പറ്റൂല, അവിടെ ഉണ്ട്. അതായിരിക്കും വർക്കിംഗ്. നോക്കിയേ, ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഏരിയ. നല്ല കിടുക്കം വെയിൽ കേട്ടോ. ഇതിനൊക്കെ പറഞ്ഞാണ്ട് ഉച്ചയ്ക്കടിക്കുക. നമ്മളങ്ങനെ ഫൈനലി ബീച്ചിൽ വന്നിരിക്കുന്നു. നമ്മൾ ബീച്ചിലെത്തിരിക്കുകയാണ്. നമ്മള് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലെത്തിരിക്കുന്നു. ബീച്ചിൽ നല്ല ജനസമുദ്രം, സമുദ്രത്തിൽ തന്നെ ജനസമുദ്രം. എന്ത് ചെയ്യണം? 350 രൂപ പറ്റിക്കാൻ നോക്കുന്നു. ഒരു വേവന്റെ കാര്യത്തിൽ 350 രൂപ. അത് പ്ലാസ്റ്റിക് സാധനം. എന്നിട്ട് ഗ്ലാസ്സിൽ തട്ടി കാണിക്കുന്നു മെറ്റലാണ്. നമുക്ക് ഇറങ്ങി പോണ സെറ്റപ്പ് അല്ല. ഇവിടെ ഫുള്ള് റോക്ക് ബീച്ചാണ്. ഒരല്ല കടൽ കയറി വേലി കയറി വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ലുകൾ ഇട്ടേക്കുക. അതിൻ്റെ അപ്പുറത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ അല്ലേ ഇങ്ങനെ അങ്ങ് വരെ ഇങ്ങനെ. വേൾഡ് ഷോറില് 250 രൂപ ഇരിക്കുന്ന സാധനം എനിക്ക് ഫ്രീ ആയിട്ട് കടലിൽ കിടന്നു. അങ്ങനെ നമ്മളെ റൂം വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ തിരിച്ച് നാട്ടിലേക്കല്ല നമ്മുടെ റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ നമ്മുടെ ചെന്നൈ പട്ടണത്തിൽ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം തിരക്കാണ്. ഞങ്ങൾ ബീച്ച് സൈഡിലാണ് റൂം എടുത്തത്. ഒരു 2000 രൂപയായിരുന്നു. ഞങ്ങൾ ബാർഗൈൻ ചെയ്ത് 1700 ഞങ്ങൾ റൂം സെറ്റ് ചെയ്തു. 1700 റൂം എങ്ങനെയാണെന്ന് വെച്ചാൽ അത്ര വൃത്തിയല്ല. 1700 AC ആണ്, അത്രേ ഉള്ളൂ. വലിയ വൃത്തിയൊന്നും ഇല്ല. ഒരു ആവറേജ് റൂമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ റൂമൊക്കെ ആരെങ്കിലും തിരക്കി വരുവാണെങ്കിൽ നല്ല റൂമുകൾ ഇനിയും കിട്ടും. ബീച്ച് പക്കത്ത് നിന്ന് മാറി റൂം എടുക്കുക. എന്നിട്ട് ഇവിടെ റെന്റിന് വണ്ടി കിട്ടും. 1300 രൂപയുള്ള റെന്റ് വണ്ടി എടുത്ത് ട്രൈ ചെയ്യാനായിരിക്കും നല്ലത്. അതായിരിക്കും നല്ലത്. 1300 വണ്ടി കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെയുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്ത് ചർച്ചുണ്ട്. ചർച്ചൊക്കെ കണ്ടിട്ട് നമുക്ക് ഇനി പോവാം. നിങ്ങളോടൊപ്പം ചേരുന്നത് ക്യാമറമാൻ അർഷദിനോടൊപ്പം. അപ്പോൾ ഗൈസ്, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങൾക്കും പോകാനും പറ്റിയില്ല. അതിൽ മെയിനായിട്ടൊരു സ്ഥലമാണ് ഓറോവിൽ എന്ന് പറഞ്ഞ സ്ഥലം. അതുപോലെ തന്നെ മാംഗ്രോ ഫോറസ്റ്റ്, അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ബീച്ചുണ്ട്. നമ്മളിപ്പോൾ റോക്ക് സൈഡ് ബീച്ചിൻ്റെ ആ ഭാഗത്ത് ചുറ്റിപ്പറ്റി നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏരിയകളിലാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. കാരണം നമ്മളെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ട്രാവലൊന്നും, അതായത് പോണ്ടിച്ചേരിയിൽ നിന്ന് വേറെ സ്ഥലത്തോട്ട് നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല. ഫുള്ള് നമ്മൾ നടന്ന് തന്നെയാണ് എല്ലാ സ്ഥലവും കവർ ചെയ്തേക്കുന്നത്. അതാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലിക്കർ ഷോപ്പുകളാണ്. അതെല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. ഇപ്പോൾ ലിക്കർ എടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ലിക്കർ എടുക്കാൻ മാത്രമല്ല, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ പോണ്ടിച്ചേരി വരും. ഇവിടെ വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു റൂം, നല്ല റൂം നിങ്ങൾ ഒരിടത്ത് മാത്രം തിരക്കരുത്, 1 or 2 അടുത്ത് തിരക്കുക. അതുപോലെ തന്നെ ഒരു റെൻ്റ് സ്കൂട്ടറോ ബൈക്കോ അങ്ങനെ എന്തെങ്കിലും സെറ്റാക്കാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ദൂരോട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരായിരിക്കും. ടാറ്റ, ബൈ ബൈ.